ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു അടിപൊളി മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ സൂപ്പർ മഴ, അടിപൊളി നല്ല മഴ. അപ്പോൾ ഇപ്പം 2-3 ദിവസമായിട്ട് എന്നും മഴക്കാറ് വരും, ഇടി കുടുങ്ങും, കാറ്റ് വീശും, മഴ അങ്ങ് പോകും കേട്ടോ. കാറ്റ് അത്ര വലിയ കാറ്റില്ല, എന്നാലും ചെറിയ കാറ്റ്. അപ്പോൾ ചെറിയ കാറ്റും ഇടിയും ഒക്കെ ആയിട്ട് മഴക്കാറ് വന്നിട്ട് എന്നും മഴക്കാറ് പോകുമായിരുന്നു. അപ്പം ഇന്നിതാ മഴക്കാറും നല്ല ഇടിയും മഴയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മഴ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനും ഷാമികയും കൂടെ ഞങ്ങളുടെ കണ്ടത്തിലേക്ക് ഇറങ്ങി വന്നതാട്ടോ. അപ്പോൾ കണ്ടത്തിൽ വന്നിട്ട് വെള്ളമൊക്കെ എങ്ങനെയുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മഴ പെയ്ത് തോർന്ന സമയം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഇപ്പം സമയം 5:45 വൈകുന്നേരമായിട്ടോ. അപ്പോൾ വൈകുന്നേരം നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെളിയിൽ കണ്ടത്തിൽ വന്ന് നിൽക്കുക. അപ്പോൾ കണ്ടത്തിൽ നോക്കിക്കേ, വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിരുന്നതാണ്. വെയിലല്ലായിരുന്നോ കുറച്ച് നാളായിട്ട്. അപ്പം വെയിൽ കാരണം കണ്ടത്തിലെ വെള്ളമെല്ലാം വരണ്ടിരുന്ന നമ്മുടെ കണ്ടത്തിൽ ഒറ്റ മഴ പെയ്തപ്പോഴത്തേക്കിന് വെള്ളം കയറിയിരിക്കുന്ന കണ്ടോ. എന്നാ വെള്ളമാണെന്ന് നോക്കിയേ നിങ്ങൾ. ചാമികയാണെങ്കിൽ കപ്പയിലിരുന്ന് കപ്പക്കോലൊക്കെ ഇങ്ങനെ പിടിച്ച് കുലുക്കുക കേട്ടോ. കപ്പക്കോലിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ വെറുതെ കണ്ടത്തിലേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ. വാടാ, നമുക്ക് നടന്നിട്ട് വരാം. ശാമികയുടെ കോലം നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ദേഹം മുഴുവൻ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വെളിയിലിറങ്ങി ദേഹത്തെല്ലാം അഴുക്കും ചെളിയെല്ലാം ആക്കി വെച്ചേക്കുക കേട്ടോ. അഴുക്കും ചെളിയെല്ലാം ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ശാമിക തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. അപ്പം ഞാനും ഇങ്ങനെ നടക്കുകയാണ്. കുഞ്ഞിലെയൊക്കെ ആണെങ്കിലും ഒരു മഴ വന്നു കഴിയുമ്പോൾ, 2-3 മഴ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങൾ കണ്ടത്തിലിറങ്ങുമായിരുന്നു കേട്ടോ, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഞങ്ങളൊരു തോർത്തും ചെറിയ വലയൊക്കെ ഉണ്ടായിരുന്നു. വലയൊക്കെ എടുത്ത് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങും മീൻ. അപ്പോൾ ആ സമയത്തൊക്കെ മീനൊക്കെ നന്നായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പം മീനൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മീനൊക്കെ പിടിക്കുമായിരുന്നു. ഇത് കണ്ടോ, ഒരു കപ്പ ഇതിൽ നിന്നുണ്ടായതാണോ അതോ ഇവിടുന്ന് പറിച്ചപ്പോൾ വന്നതാണോ എന്നറിയില്ല. ഇതിൽ നിന്നുണ്ടായതാണോ, ഇവിടെ കപ്പ നിന്നിടത്തു നിന്ന് അവർ പറിക്കാതെ വന്നതാണോ എന്നറിയില്ല കേട്ടോ. കപ്പ കണ്ടോ. ഇത് കണ്ടോ, ഞവണിക്കയുടെ തോട് കാണിക്കണ. അതിനകത്ത് ഞവണിക്കായനെ കൊക്ക് വന്ന് കടിച്ച് തിന്നിട്ട്, കൊക്ക് വെയിൽ വന്നപ്പോഴത്തേക്കിന് ഞവണിക്കയൊക്കെ വെള്ളത്തിലല്ലേ, അപ്പോൾ വെള്ളത്തിന് വെളിയിൽ വന്നു കഴിയുമ്പോൾ കൊക്ക് വന്ന് കൊത്തി തിന്നുന്ന അതിനകത്ത് ഞവണിക്കയിലെ ആ സാധനത്തിന്, അതിനകത്തെ ഇറച്ചി. നല്ല മഴയാതെ ഉണ്ടോ. ഒറ്റ മഴയ്ക്ക് തന്നെ ഇത്രയും വെള്ളം വന്നു. ഇവിടെ എല്ലാം വറ്റി വരണ്ടിരുന്നതാ. നോക്ക്, എല്ലാം നല്ല വെള്ളമായിട്ടുണ്ട്. ഏത് മതി ഇത്രയും പോയാൽ മതി. അതിന് ജീവനൊന്നുമില്ല. ജീവനൊന്നുമില്ലാത്തതാ. ഇത് കണ്ടോ, വള്ളിപ്പയർ, നീണ്ട പയർ, എല്ലാം പയർ ഇതിനകത്തെല്ലാം കിടപ്പുണ്ട് കേട്ടോ. പകുതി ഉണങ്ങി കിടക്കുവാന്ന് തോന്നുന്നു. ഉണങ്ങി വിളവെടുത്ത് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു, പറിച്ച് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു പയർ. നോക്കട്ടെ, ഉറങ്ങും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ. ഉണ്ട് കേട്ടോ, പയർ ഇതിനിടയിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ പഴുത്ത് ചീഞ്ഞു പോയെന്ന് തോന്നുന്നു. പറിക്കുന്നില്ലേ എല്ലാം വിളവെടുത്ത് കഴിയാറായ പയറാട്ടോ. ഈ ഒരു കണ്ടം നിറച്ച് പയറാണ്. ഇത് ഫുള്ള് പയറായിട്ടേക്കുന്നത്. ഒരെണ്ണം അല്ല, അത് ഫുള്ള്. പിന്നെ ഇവിടെയൊക്കെ കപ്പയായിരുന്നേ. ഈ കാണുന്നതെല്ലാം കപ്പയായിരുന്നു. കപ്പ എല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടാമത് ഇട്ടില്ലെന്ന് തോന്നുന്നു. ഇടാതായപ്പോഴത്തേക്കിന് വീണ്ടും കാട് പിടിച്ച് കിടക്കുക. അതെല്ലാം കാടാ. പാലം പോയി. അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്ന പാലമില്ലേ, അത് പോയി എന്ന് തോന്നുന്നു. പിന്നെ ഇത് കപ്പ, നമ്മുടെ അല്ല, നമ്മുടെ ഇവിടുത്തെ. മഴ വെള്ളം കണ്ട
എന്ത് വെള്ളമാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നതൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ? അതാണ് ഇതാ കണ്ട ശാമികയുടെ ദേഹം മൊത്തം അഴുക്കിരിക്കുന്നത് നോക്കിയേ. മഴ പെയ്തപ്പോഴത്തേക്കിന് ചെളിയിലോട്ട് പോയി ചാടിയതാട്ടോ. കണ്ണ് തെറ്റിയ സമയത്ത് മഴ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെളിയിൽ പോയി ചാടി ദേഹമെല്ലാം ഉടുപ്പെല്ലാം ചെളിയാക്കി വെച്ചിരിക്കുക. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ചാടാൻ വേണ്ടി നോക്കുന്നതാണ്. നേരത്തെ ഇവിടെ ഒരു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ വേണ്ടി ചാടാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തടി കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തടി ഇപ്പോൾ കുറേ നാളായി അങ്ങനെ കിടക്കുന്നുണ്ട്. ആ തടി കുശിത്ത് അത് പോയി. അപ്പോൾ ഇപ്പം നമുക്കിങ്ങനെ ചാടിക്കിടക്കാം, ഷാമിക്ക് ചാടിക്കിടക്കാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ ആ തടി എന്തിയെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ആ തടിയൊക്കെ പോയി എന്ന് പറഞ്ഞ് കയറ്റിത്തരാം അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പുറത്തേക്ക് ചാടി നിൽക്കുന്നത് അവൾക്ക് ഇങ്ങോട്ട് ചാടണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് നിൽക്കുക. അവിടെ നിന്നാൽ മതി, ചാടണ്ട. നമുക്ക് പോകാം ഇനി. എന്തിനു സഹായിക്കാൻ? അതിൽ ഇറങ്ങി വാങ്ങിയോട്ട്. ഇറങ്ങിപ്പോര്. മീനൊന്നുമില്ല, വലിയ മീനും ഇല്ല, കുഞ്ഞു മീനും ഇല്ല, ഒന്നുമില്ല. ആ കൈതാ കൈതാ. ചപ്പലൊക്കെ തന്നെ എടുത്തോ? എന്റെ ഉടുപ്പ് നനഞ്ഞു. ഞങ്ങളിതാ മഴ പെയ്തത് കണ്ടത്തിലെ വെള്ളമൊക്കെ നോക്കിയിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കൂട്ടുകാരെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ ഞവണിക്ക കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ഈ കുഞ്ഞു വീഡിയോ. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്കിതാ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.